ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡായിട്ടാണ്. അപ്പം അതിനായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് എള്ളാണ്, കറുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്. അതൊന്നും ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് 2-3 പ്രാവശ്യം ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് അരിച്ചെടുത്ത് ഒരു അരിപ്പയിൽ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ആ പാൻ തന്നെ വെച്ച് അതിലേക്ക് 1 കപ്പ് ചോറ് വെക്കണ അരിയാണ്, കുറുക അരി. അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അരിമണി വറക്കുന്ന പരുവത്തിലാണ് വറുത്തെടുക്കുന്നത്. അപ്പം അരിയൊക്കെ വറുത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ആ പാനിൽ തന്നെ 1/2 കപ്പ് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അതും മാറ്റി വെച്ച് ആ പാനിൽ തന്നെ കടലയാണ്, റോസ്റ്റ് ചെയ്ത കടലയാണ്, തൊലി കളഞ്ഞത്. എന്നാലും ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി വറുക്കുന്നത് അണ്ടിപ്പരിപ്പാണ്, 1/2 കപ്പ്. അതൊന്ന് എടുത്തിട്ടൊന്ന് ചെറുതായി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. എൻ്റെ കൂടെ ഒരു 10 ബദാമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും വറുത്തിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ആ പാനിൽ ഇനി ഇട്ട് കൊടുക്കുന്നത് എള്ളാണ്, കഴുകി വൃത്തിയാക്കി അരിച്ചു വെച്ചതാണ്. അതൊന്ന് എടുത്ത് നന്നായിട്ട് വറുത്തെടുക്കണം. കഴുകിയെടുത്തതാണ്. അപ്പോൾ അത് നന്നായി വറുത്തെടുത്ത് അതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അതും ചൂടാറാനായിട്ട് എല്ലാതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഒരു മുറി തേങ്ങയാണ്, അതും ഇട്ടിട്ടൊന്ന് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നന്നായി വറക്കേണ്ട ആവശ്യമില്ല, ഒന്ന് വെള്ളം വലിഞ്ഞ് കിട്ടിയാൽ മതി. ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അതും മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ശർക്കര ഉരുക്കാനായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഒരു 8 അച്ച് ശർക്കരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് ഇട്ടിട്ട് ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. ഇനി അരി വറുത്തതും ഉലുവ വറുത്തതും കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കടലയും അണ്ടിപ്പരിപ്പും ബദാമും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും പൊടിച്ചിട്ട് അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം പൊടിച്ച് വെച്ചേക്ക് നന്നായി തന്നെ പൊടിച്ചെടുക്കണം. ഇനി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഒന്ന് ചെറുതായി ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ പൊടിച്ച് വെച്ചേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി തന്നെ മിക്സ് ചെയ്യണം. അതിന് ശേഷം ശർക്കര ഉരുക്കിയത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി കട്ടിയിലാണ് ശർക്കര ഉരുക്കിയെടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് ചൂടാറിയ ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായി ചൂട് വേണ്ട. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എള്ള് വറുത്തതാണ്. എള്ള് വറുത്തത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് അതിൽ നിന്ന് നന്നായി കൈകൊണ്ട് തന്നെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം ടീസ്പൂൺ കൊണ്ടാണ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഓരോ ഉരുളകളെ ആക്കിയെടുത്ത് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നല്ല രുചിയാണ്. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.